ഇവരെല്ലാവരും കൂടി കാറ് പോകേണ്ട കാര്യമുണ്ട്, നടന്നു പോയപ്പോരെ. റോഡിൽ ഏരിയ സമ്മേളന സ്റ്റേജ് കെട്ടിയുയർത്തി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവന് ഒരു ചോദ്യം. ആളുകൾ കാറിൽ പോകാതെ നടന്നു പോയാൽ പോരെയെന്ന്. റോഡ് വാഹനങ്ങൾക്കല്ല, മറിച്ച് പാർട്ടി സമ്മേളനങ്ങൾ നടത്താനാണെന്ന് അംഗം പറയാതെ പറഞ്ഞെന്നു മാത്രം. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? സ്റ്റേജ് കെട്ടിയതുകൊണ്ടുള്ള വിവാദങ്ങൾ മാത്രം പോരാ, ഇതുകൂടി ഇരിക്കട്ടെ എന്ന് ആളും വിചാരിച്ചു കാണും. അപ്പൊ ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പൊ റോട്ടൊക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ റോട്ടൊക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി, കുടുങ്ങിയില്ലേ മനുഷ്യൻ? ഏതോ റോട്ടൊക്കിൽ സ്റ്റേജ് കെട്ടിയാ തുടങ്ങിയില്ലേ? അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്. എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക, എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ് വലിയ പബ്ലിസിറ്റി കിട്ടും. എന്തൊരു ട്രാഫിക് ജാം! അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ടായി നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം ഉണ്ട്. ഞാൻ അതിലെ പോകണ്ടേ? ഞാൻ ഇടയ്ക്കാണെങ്കിൽ 10 മനുഷ്യൻ പോകുമ്പോൾ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിച്ച് നോക്കിയേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്, നടന്നു പോയപ്പോരെ. എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല, ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞിക്കാറ് പോയപ്പോരെ. പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാറ് ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ? മെല്ലെ അങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണാൻ പോകും. ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറൊക്കെ എടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിക്ക് പോകുക. അങ്ങനെ വർത്തമാനം പറഞ്ഞു, ഇങ്ങനെ വർത്തമാനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കയിൽ വളരെ കുറവായിരിക്കും. ഞാനതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവന്റെ മുടന്തൻ ന്യായത്തിനെതിരെ പ്രതികരണവുമായി റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ രംഗത്തെത്തിയിരുന്നു. കാൽനട യാത്രയും ഇഷ്ടമുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതുമെല്ലാം സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണെന്ന് കെമാൽ പാഷ പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ അംഗമാണെന്ന് കരുതി വിവരം വേണമെന്നില്ലല്ലോ എന്നും അദ്ദേഹം വിമർശിച്ചു. റോഡരികിൽ പോലും ഇതുപോലത്തെ മീറ്റിംഗുകൾ നടത്തി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന വിധിയുള്ളപ്പോഴാണ് റോഡിൽ സ്റ്റേജ് കെട്ടിയതെന്നും കെമാൽ പാഷ ചൂണ്ടിക്കാട്ടി. കോർട്ടലക്ഷ്യത്തിന് സ്റ്റേജിലുണ്ടായിരുന്ന മുഴുവൻ വ്യക്തികൾക്കും കോടതി തക്കതായ ശിക്ഷ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട പാർട്ടികൾ തന്നെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞ കാഴ്ചകളാണ് കാണുന്നത്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ വ്യക്തിക്ക് ഈ രീതിയിൽ എങ്ങനെ പ്രശ്നത്തെ ന്യായീകരിക്കാൻ കഴിഞ്ഞു? കോടതി വിഷയത്തിൽ ഉന്നയിച്ച വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പ്രശ്നത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ന്യായവാദം ഉയർന്നത്. കേച്ചേരിയിൽ സമ്മേളനം നടത്തുന്ന സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, അത് പാർട്ടി സമ്മേളനം കാരണമാണോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വിഷയമെടുത്തിട്ടത്. കാറുള്ളവൻ കാറിൽ പോകുന്ന പോലെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകണമെന്നാണ് ആളിന്റെ പക്ഷം. രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് സ്റ്റേജിനായി റോഡ് പൊളിക്കാനും സ്റ്റേജ് കെട്ടാൻ അനുവാദവും വേണ്ട എന്ന രീതിയിൽ നടന്ന പ്രവൃത്തികളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. കാറുള്ളവൻ കാറിൽ പോകുന്നത് പോലെ തന്നെ ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം റോഡിൽ എടുത്തുന്നേയുള്ളൂ. അതൊക്കെ സഹിക്കണം എന്നു തന്നെ ആള് പറഞ്ഞു വരുന്നത്. 10 മനുഷ്യന് പോകാൻ കുറച്ച് സ്ഥലം മതി, പക്ഷേ 10 കാറിന് പോകാൻ എത്ര സ്ഥലം വേണം? ഇത്ര വലിയ കാർ വേണോ? കുഞ്ഞിക്കാറിൽ യാത്ര ചെയ്താൽ പോരെ? വലിയ കാർ പോകുമ്പോൾ അത്രയും സ്ഥലം പോയില്ലേ എന്നൊക്കെയാണ് എ വിജയരാഘവൻ ഉയർത്തുന്ന ന്യായവാദങ്ങൾ. സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും അംഗം പറഞ്ഞിരുന്നു. ഇനി അങ്ങോട്ട് പാർട്ടി പരിപാടികൾ നടക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി വാഹനങ്ങളിൽ സഞ്ചരിക്കാതെ നടന്നു പോകാൻ മലയാളികൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞ ന്യായീകരണങ്ങൾ അത്രയും ഇനി നാക്കുളുക്കിയതാണെന്ന് എ വിജയരാഘവൻ പറയുമായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് നേരെ ഉയർത്തുന്ന പരാമർശങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതും സ്ത്രീക്ക് നേരെ നടത്തിയ അശ്ലീല പരാമർശം. പറഞ്ഞു വരുന്നത് എ വിജയരാഘവന് ഇത് സ്ഥിരം പരിപാടിയാണെന്നാണ്. ആലത്തൂരിൽ രമ്യ ഹരിദാസ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിച്ചതിനെതിരെ അദ്ദേഹം വിമർശനമുയർത്തിയത് ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലെന്ന ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയായിരുന്നു. ഇതേസമയം പാണക്കാട് തങ്ങൾക്കെതിരെയും പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു. വിജയരാഘവന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ അന്ന് പ്രതിഷേധങ്ങളും ശക്തമായി. പറയേണ്ടതെല്ലാം പറഞ്ഞതിനു ശേഷം പ്രശ്നത്തെ ന്യായീകരിച്ചതാകട്ടെ വ്യക്തിഹത്യ താൻ ഉദ്ദേശിച്ചില്ല എന്നും
ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല ആൾക്ക്. പരാമർശങ്ങളും ന്യായീകരണങ്ങളുമൊക്കെയായി വീണിടത്ത് കിടന്ന് ഉരുളുന്ന പരിപാടി നിർത്താൻ എ വിജയരാഘവൻ തയ്യാറല്ലെന്ന് തോന്നുന്നു.